ശ്രദ്ധിക്കുക, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പകുതി, ആ പകുതി ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാം ചാർജ് ഫ്ലോവിങ് പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ നമുക്കതിനെ NE/T എന്ന് എഴുതാം ക്വാണ്ടൈസേഷൻ പ്രകാരം. N എന്നാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണെങ്കിൽ നമുക്ക് എഴുതാം I=dQ/dt എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഓംസ് ലോ പ്രകാരം I= എന്തായിരുന്നു? V/R. റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ R1 + R2 + R3. പാരലൽ ആണെങ്കിൽ 1/Rp = 1/R1 + 1/R2 + 1/R3. അതേപോലെ തന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിച്ചു. ഇലക്ട്രോൺ കണ്ടക്ടറിൽ മൂവ് ചെയ്യുന്ന സ്പീഡ്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല E/τ/m. ഡയറക്ഷൻ കാരണം ഒരു നെഗറ്റീവ് വരും. നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ E/τ/m അല്ല, ഇത് നമുക്കറിയാം ഓരോ ടേംസും. പിന്നെ കറണ്ട് ഡെൻസിറ്റി നമുക്കറിയാം J = I/A. അതേപോലെ തന്നെ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മുടെ റിലേഷൻ I എന്താണ്? NeAVT. പക്ഷെ ഇവിടെ N എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. ഇവിടെ N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. പിന്നെ നമുക്ക് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ കോൺസ്റ്റന്റ്, ഈ ലെങ്ത്തും ഏരിയ ക്രോസ് സെക്ഷൻ ഒക്കെ മാറ്റുമ്പോൾ അതാണ് R = ρl/A. അല്ല, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ വെച്ചൊരു ഫോർമുല അടിച്ചിട്ടുണ്ടായിരുന്നു. R = R0 × 1 + α T അല്ലേ. R0 എന്ന് പറഞ്ഞത് ഒറിജിനൽ റെസിസ്റ്റൻസ്, R എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ആ ടെമ്പറേച്ചറാണ് T. ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്റേണൽ റെസിസ്റ്റൻസ് പഠിച്ച സമയത്ത് I= നമുക്ക് എന്ത് കിട്ടി? E/R + R കിട്ടി. അവിടെ ഒരു ടെർമിനൽ വോൾട്ടേജ് വന്നിരുന്നു. V = E-IR. E എന്ന് പറഞ്ഞാൽ EMF, V എന്ന് പറഞ്ഞാൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, IR എന്ന് പറഞ്ഞാൽ ആ സെല്ലിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് flowing through a conductor is, the charge flowing through a conductor is Q = 4t³ minus 2t² plus 5 coulomb. Calculate the current when t = 2 seconds. അപ്പോൾ ശ്രദ്ധിക്കുക, ചാർജ് ഫ്ലോവിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് Q = 4t³ minus 2t² plus 5 coulomb. കാൽക്കുലേറ്റ് ദ കറണ്ട് വെൻ ടൈം t = 2 seconds. അപ്പോൾ നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ചാർജ് ഒരു ഫംഗ്ഷനിലാണ് തന്നിട്ടുള്ളത്. ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത് എന്ത് കറണ്ട് ആയിരിക്കും? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആയിരിക്കും, കാരണം ഒരു ഫംഗ്ഷനാണ് തന്നത്. അപ്പോൾ എന്താണ് ഫോർമുല? I = dQ/dt അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് ആരാണ്? Q, 4t³ minus 2t² plus 5. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടേ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ I = 4 കോൺസ്റ്റന്റ്, ശരിയല്ലേ. t³ ഡിഫറൻസിയേഷൻ എന്താ വരിക? 3t² അല്ലേ വരിക, കാരണം x⁻n n × x⁻n-1 3t² മൈനസ് 2 കോൺസ്റ്റന്റ്, t² 2t പ്ലസ് കോൺസ്റ്റന്റ് മാത്രം വന്നാൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12t² മൈനസ് 4t കിട്ടും. ഇതാണ് കറണ്ട് കിട്ടിയത് അല്ലേ. ഇതാണ് കറണ്ട് കിട്ടിയത് I. പക്ഷെ അവർ ചോദിച്ചുള്ളത് ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ. അപ്പോൾ ടൈമിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? I = 12 × 2² മൈനസ് 4 × 2 അല്ലേ. അപ്പോൾ 2² എന്ന് പറയുമ്പോൾ എത്ര വരും? 4 വരും അല്ലേ. 12 × 4 48. 48 മൈനസ് 8 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 40 ആംപിയർ കിട്ടും. ക്ലിയർ? 40 ആംപിയർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ഇലക്ട്രോൺസ് പാസ് ത്രൂ a lamp in 1 minute. A lamp in 1 minute. If the current is 300 milliampere. If the current is 300 milliampere. അപ്പോൾ ശ്രദ്ധിക്കുക,
അവർ ചോദിച്ചത് ഹൗ മെനി ഇലക്ട്രോൺസ് പാസ് ത്രൂ, ഹൗ മെനി ഇലക്ട്രോൺസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, n ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? പാസ് ത്രൂ എ ലാമ്പ് ഇൻ 1 minute. അപ്പോൾ ടൈം വന്നിട്ട് എത്രയാണ്? 1 minute. പക്ഷെ മിനിറ്റിനെ കൺവേർട്ട് ചെയ്യണം സെക്കൻഡിലേക്ക്, കാരണം സെക്കൻഡ് ആണ് SI യൂണിറ്റ്. അപ്പോൾ 60 സെക്കൻഡ്. ക്ലിയർ? കറണ്ട് വന്നിട്ട് എത്രയാണ്? I ഈക്വൽ ടു 300 മില്ലി ആംപിയർ. മില്ലി ആംപിയറിനെയും കൺവേർട്ട് ചെയ്യണം, കാരണം SI യൂണിറ്റ് ആരാണ്? ആംപിയർ ആണ്. അപ്പോൾ 10⁻³ 300 ഇൻറ്റു 10⁻³ ആംപിയർ വരും. ക്ലിയർ? ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഇലക്ട്രോൺ, അപ്പോൾ ഏത് ഫോമിൽ ഉപയോഗിക്കുക? n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? I is equal to Q/T. Q/T നമുക്ക് എന്തെടുക്കാം? NE/T എടുക്കാം. ക്ലിയർ? നമുക്ക് n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n എന്ത് വരും? n is equal to IT/E വരും. ക്ലിയർ? I എത്രയാണ്? 300 ഇൻറ്റു 10⁻³ ഇൻറ്റു T 60 സെക്കൻഡ് ഡിവൈഡിങ് ബൈ E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻19. ക്ലിയർ? സോ n ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 1 0 ഉണ്ട് അല്ലേ? അവിടെ 10² 10³ വരും. കാരണം ഈ 2 0യും ഈ ഒരു 0യും 10³ ആ 10³ 10⁻³ ക്യാൻസൽ ആയി പോകും. ശരിയല്ലേ? ഇനി ബാക്കിയുള്ള ആരാണ്? 6 ഇൻറ്റു 3 18. അപ്പോൾ 18/1.6 ഇൻറ്റു 18/1.6 ഇൻറ്റു ഈ 10⁻19 മുകളിൽ പോകുമ്പോൾ 10⁻19 ആവും. ശരിയല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. 18/1.6 18/1.6 ഈക്വൽ ടു 11.25 ആണ്. അപ്പം 11.25 ഇൻറ്റു 10⁻19. യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Calculate the resistivity. Calculate the resistivity of a wire 10 meter long. 10 meter long. 0.4 millimeter in diameter. 0.4 millimeter in diameter, having resistance 2 ohm. Having resistance 2 ohm. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? വയർ 10 മീറ്റർ ലോങ്, അപ്പോൾ വയറിന്റെ ലെങ്ത് വന്നിട്ടുണ്ട് 10 മീറ്റർ. ക്ലിയർ? ഡയമീറ്റർ എന്നുണ്ട്. അപ്പോൾ ഡയമീറ്റർ പകുതി എടുത്താൽ റേഡിയസ് ആവും. അപ്പോൾ റേഡിയസ് is equal to 0.2 ഇൻറ്റു 10⁻³ മീറ്റർ വരും. കാരണം മില്ലിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ 10⁻³ മീറ്റർ. ക്ലിയർ? റെസിസ്റ്റൻസ് എന്നുണ്ട് എത്രയാണ്? R is equal to 2 ohm എന്നാണ്. അപ്പോൾ ഏത് ഫോമിൽ ഉപയോഗിക്കുക? റെസിസ്റ്റീവിൻ്റെ ഫോമിൽ എന്താണ്? R is equal to ρL by A. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? റോ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ റോ എന്ത് വരും? റോ ഈക്വൽ ടു RA/L വരും. പക്ഷേ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ എപ്പോഴും ആർക്ക് തുല്യമാണ്? ഒരു സിലിണ്ട്രിക്കൽ ക്രോസ് സെക്ഷണൽ വയർ ആയിരിക്കും. അപ്പോൾ ഏരിയ ഈസ് ഓൾവേസ് ഈക്വൽ ടു πr². സോ π ഇൻറ്റു 0.2 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എത്ര വരാം? πr² π ഇൻറ്റു 0.2 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ ഡിവൈഡിങ് ബൈ 10. അപ്പോൾ നമുക്ക് ഈ 0.2ൻ്റെ സ്ക്വയർ എത്ര വരിക? 0.04 വരും അല്ലേ? 0.2ൻ്റെ സ്ക്വയർ അപ്പോൾ 2 ഇൻറ്റു π ഇൻറ്റു 0.2ൻ്റെ സ്ക്വയർ 0.04 വരും. ക്ലിയർ? 10⁻³ 10⁻6 വരും. -3ൻ്റെ സ്ക്വയർ 10⁻6 ഡിവൈഡിങ് ബൈ 10 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കിയാൽ ആൻസർ എത്ര വരിക? 3.14 ഇൻറ്റു 0.04 ഇൻറ്റു 10⁻6 ഡിവൈഡിങ് ബൈ 10. അപ്പോൾ 2.5 ഇൻറ്റു 10⁻8 കിട്ടും. 2.5 ഇൻറ്റു 10⁻8 ഓം മീറ്റർ വരും അല്ലേ? കാരണം റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് ആരാണ്? ഓം മീറ്റർ. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ
നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എ വയർ 10 ohm resistance. A wire 10 ohm resistance is stretched to thrice its length. Stretched thrice its length, its original length, thrice its original length. What will be its first question? New resistivity. Second question, new resistance. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ഒരു വയറുണ്ട്. ആ വയർ 10 ohm ആണ് അതിന്റെ റെസിസ്റ്റൻസ്. അപ്പോൾ 6 എന്നിട്ട് എത്രയാണ് റെസിസ്റ്റൻസ്? ആദ്യത്തെ ഒറിജിനൽ റെസിസ്റ്റൻസ് 10 ohm. അത് സ്ട്രെച്ച് ചെയ്തിട്ട് ത്രൈസ് ദ ലെങ്ത് ആക്കി. അപ്പോൾ ആദ്യത്തെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ശരിയല്ല, ആദ്യത്തെ ലെങ്ത് L എന്താക്കിയത്? ത്രൈസ് ദ ഒറിജിനൽ ലെങ്ത് ആക്കി. വാട്ട് വിൽ ബി ദ ന്യൂ റെസിസ്റ്റിവിറ്റി? അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവോ? ഇല്ല. കാരണം എന്താണ്? ഇപ്പം ഞാൻ ഇതൊരു കോപ്പർ വയറാണെന്ന് വിചാരിക്കുക. ഈ കോപ്പർ വയറിന് ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ് ഈ ഫോർമുല പ്രകാരം അല്ലേ? കാരണം എന്താണ്? നമ്മൾ ആ പിടിച്ചു വലിക്കുമ്പോൾ അയാളെ ലെങ്ത് കൂടും, അയാളെ ഏരിയ ക്രോസ് സെക്ഷൻ കുറയും. പക്ഷെ ആ മെറ്റീരിയൽ റിമെയിൻസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനി റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ ടെമ്പറേച്ചർ മാറ്റിയാൽ മതി. ടെമ്പറേച്ചർ മാറ്റിയാൽ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസ് ഒക്കെ മാറും. ശരിയല്ലേ? പക്ഷെ ലെങ്ത് നിങ്ങൾ ചേഞ്ച് ചെയ്താൽ ലെങ്ത് മാറും, ഏരിയ ക്രോസ് സെക്ഷൻ മാറും, പക്ഷേ റെസിസ്റ്റൻസ് മാറും, റെസിസ്റ്റിവിറ്റി റിമെയിൻസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വേറെ മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി വേറെ ആയിരിക്കും. ശരിയല്ല? അപ്പോൾ ഈ വയർ നിങ്ങൾ മാറ്റുന്നില്ല, ആ വയർ നിങ്ങൾ ജസ്റ്റ് പിടിച്ച് വലിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് മാറും, റെസിസ്റ്റിവിറ്റി റിമെയിൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം റെസിസ്റ്റിവിറ്റി മാറ്റണമെങ്കിൽ ഒന്നുകിൽ മെറ്റീരിയൽ മാറ്റണം അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറ്റണം. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന് ന്യൂ റെസിസ്റ്റിവിറ്റി എന്ത് തന്നെ വരിക? റോ തന്നെയാണ് വരിക. പക്ഷേ അയാളെ റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? R is equal to 10 ohm. അപ്പോൾ ലെങ്ത് ഇപ്പം എത്രയായി? ത്രൈസ് ആയി. അവർ ലെങ്ത് ത്രൈസ് ആവുമ്പോൾ പുതിയ ലെങ്ത് നമുക്ക് എന്തെടുക്കാം? L ബിക്കം എന്തെടുക്കാം? 3L എടുക്കാം. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആരും മാറിയിട്ടുണ്ടാവും? അയാളെ ഏരിയ ക്രോസ് സെക്ഷനും മാറിയിട്ടുണ്ടാവും. കാരണം ലെങ്ത് കൂടുമ്പോൾ വയർ തിന്നറാവും. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യണം? ഈ ഏരിയ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺ ക്വാണ്ടിറ്റി വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ഒരു വയർ നിങ്ങൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അല്ലെ ലെങ്ത് കൂടും, ഏരിയ ക്രോസ് സെക്ഷൻ കുറയും. പക്ഷെ അവരെ പ്രൊഡക്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും A × L, അത് എപ്പോഴും ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഏരിയ ഇൻറ്റു ലെങ്ത്, വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? AL ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു A', L' എഴുതാം അല്ല? ഇതാണ് ഇനീഷ്യൽ വോളിയം. സ്ട്രെച്ച് ചെയ്തതിനു ശേഷം അയാളെ ഏരിയ ക്രോസ് സെക്ഷൻ മാറി, ലെങ്ത്തും മാറി, ബട്ട് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച്, കാരണം അവർ ക്വസ്റ്റ്യനിൽ L' എന്നിട്ട് എത്രയാണ് L'? L' എന്ന് പറയുന്നത് 3L ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷേ ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടില്ല. തന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? AL = A', L'. ക്ലിയർ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AL = A'. L' വരെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര ലെങ്ത്? 3L ആയി. 3L. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A' = L ക്യാൻസൽ, A' എത്രയായി? A/3 ആയി. ക്ലിയർ? A' = A/3. മനസ്സിലായോ? അപ്പോൾ A' ആരായി? A/3 ആയി. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താണ് ഫോർമുല? R = ρL/A. ഇക്വേഷൻ 1. ഇതാണ് ആദ്യത്തെ കേസ്. R = ഒറിജിനൽ ρL/A. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട R' ആണ്. R' റോ റിമെയിൻസ് സെയിം. ഞാൻ പറഞ്ഞ റെസിസ്റ്റിവിറ്റി ഒരിക്കലും എന്ത് ചെയ്യൂല? ചേഞ്ച് ചെയ്യൂല. L ആരായി? L' ആയി. A ആരായി? A' ആയി. ക്ലിയർ? അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ഇൻറ്റു L' എത്ര കിട്ടിയത്? ക്വസ്റ്റ്യൻ തന്നിട്ട് L' ആരാണ്? 3L ആണ്. ഡിവൈഡിങ് ബൈ A' എത്രയാണ്? A/3 അല്ലേ? അപ്പോൾ R' എന്ത് കിട്ടും? R' = ρL/A ഇൻറ്റു ഈ 3 മുകളിലോട്ട് പോലെ, മുകളിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 9 വരും. ശരിയല്ലേ? ഇൻറ്റു 9 അല്ലെങ്കിൽ 9 ρL/A വരും. ക്ലിയർ? ഇത് ഇക്വേഷൻ 2 കൊടുത്തു. ഇക്വേഷൻ 2. ഇനി നമുക്ക് R' അല്ല കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഇക്വേഷൻ 2/1 എഴുതാൽ മതി. ഇക്വേഷൻ 2/1 എന്താ സംഭവിക്കുക?
2/1 എന്ന് പറയുമ്പോൾ r dash by r ഈക്വൽ ടു അല്ലേ r dash by r ഈക്വൽ ടു r ഡാഷിലൂടെ എന്ത് വരും റോ എൽ 9 ഡിവൈഡിങ് ബൈ a ഉണ്ട് r ഡാഷ് ഡിവൈഡിങ് ബൈ r അല്ലേ r ആരാണ് റോ എൽ ബൈ എ. അപ്പൊ ഈ എയും ക്യാൻസൽ, റോയൽ ക്യാൻസൽ. അപ്പൊ r ഡാഷ് ബൈ r എന്ത് കിട്ടി r ഡാഷ് ബൈ r ഈക്വൽ 9 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട r ഡാഷ് ആണ്. സോ r ഡാഷ് ഈക്വൽ 9r. r വാല്യൂ ക്വസ്റ്റ്യൻ എന്തുണ്ട് എത്രയാണ് 10 ohm. അപ്പൊ എത്ര കിട്ടും r ഡാഷ് ഈക്വൽ ടു 90 ohm ആയിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നിങ്ങളെ വയർ നിങ്ങൾ 3 ലെങ്ത് ത്രൈസ് ആക്കി കഴിഞ്ഞാൽ അയാളുടെ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് സെയിം ആയിരിക്കും. പക്ഷേ റെസിസ്റ്റൻസ് എത്രയുണ്ടാവും 90 ohm ആയിട്ടുണ്ടാവും. 9 ടൈംസ് മാറിയിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ വോളിയം ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A copper wire of radius 0.1 millimeter and resistance 1 kilo ohm is connected across 20-volt battery. 20-volt battery. The first question, how many electrons transferred? How many electrons transferred in 1 second? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് കറണ്ട് ഡെൻസിറ്റി. ഫൈൻഡ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എ കോപ്പർ വയർ ഓഫ് റേഡിയസ്. അപ്പോൾ കോപ്പർ വയറിന്റെ റേഡിയസ് എന്നുണ്ട് 0.1 millimeter. അപ്പോൾ കൺവേർട്ട് ചെയ്യണം 0.1 into 10⁻³ മീറ്റർ. ക്ലിയർ? റെസിസ്റ്റൻസ് എന്നുണ്ട്, ആ വയറിന്റെ റെസിസ്റ്റൻസ് 1 kilo ohm ആണ്. അപ്പോൾ അതിനെയും കൺവേർട്ട് ചെയ്യണം. കിലോ എന്ന് പറഞ്ഞാൽ എത്ര വരിക 10⁻³ വരും. 1 kilo ohm എന്ന് പറയുമ്പോൾ 1000 ohm അല്ലെങ്കിൽ 10⁻³ ohm വരും. ക്ലിയർ? കിലോ ആണ്. കണക്റ്റഡ് അക്രോസ് 20-volt ബാറ്ററി. അപ്പോൾ വി തന്നിട്ടുണ്ട്, വി എത്രയാണ് 20 volt ആണ്. ക്ലിയർ? ബാറ്ററിന്റെ വോൾട്ടേജ് 20 volt. ഹൗ മെനി ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഇൻ 1 second? അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് n ആണ് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് കറണ്ട് കണ്ടുപിടിക്കുക. കാരണം n കണ്ടുപിടിക്കണമെങ്കിൽ I is equal NE/T ആണ്. കറണ്ട് കിട്ടണം. കറണ്ട് കിട്ടാൻ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ I is equal എന്താണ്? I is equal to V/R അല്ലെ? ഓംസ് ലോ പ്രകാരം I is equal to V/R അല്ലെ? അപ്പോൾ V എത്രയാന്നുള്ളത് 20 ഡിവൈഡിങ് ബൈ 10⁻³. അപ്പോൾ എത്ര കിട്ടും 20 into 10⁻³ ആംപിയർ വരും കറണ്ട് അല്ലെ? അപ്പോൾ കറണ്ട് കിട്ടി 20 into 10⁻³ ആംപിയർ. പക്ഷെ കറണ്ട് അല്ല അവർ ചോദിച്ചിട്ടുള്ളത് n ആണ്. അപ്പോൾ നമ്മളെ ഫോർമുല എന്താണ്? I is equal to NE/T ആണ്. I is equal NE/T. സോ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? n ആണ്. സോ n is equal എന്ത് വരും? IT ഡിവൈഡിങ് ബൈ E വരും. ശരിയല്ലേ? n is equal IT/E. I ഇപ്പോൾ ഓൾറെഡി കിട്ടി എത്രയാണ്? 20 into 10⁻³ 20 into 10⁻³ T എത്രയാണ്? 1 സെക്കൻഡിലാണ് ചോദിച്ചത്. അപ്പോൾ T1 ഡിവൈഡിങ് ബൈ ഇന്റെ വാല്യൂ എത്രയാണ്? 1.6 into 10⁻⁻19. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് n കിട്ടും. എത്ര കിട്ടാം? 20/1.6 into ഈ 10⁻⁻19 മുകളിലോട്ട് പോകും. അപ്പോൾ 10⁻+19 വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? 10⁻16 അല്ല ഉണ്ടാവുള്ളൂ. കാരണം -19 മുകളിൽ പോകുമ്പോൾ പ്ലസ് ആയി. പിന്നെ ഇവിടെ ഒരു -3 ഉണ്ട്. അപ്പോൾ 16. നിങ്ങൾ 20/1.6 എത്രയാണ് നോക്കിയാൽ പോരെ? 20/1.6 അല്ലേ? അത് 12.5 ആണ്. അപ്പോൾ 12.5 into 10⁻16 ആണ്. 12.5 into 10⁻16 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്പർ ആയ കാരണം യൂണിറ്റ് ഉണ്ടാവില്ല. ക്ലിയർ?
അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ എന്താ കാണാൻ പറ്റുന്നത്? കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ജെ ആണ് കാണേണ്ടത്. ജെ ഈക്വൽ ടു ഐ ബൈ എ. സോ ഐ ബൈ വയർ ആയതുകൊണ്ട് വയറിന്റെ ഏരിയ എപ്പോഴും പൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. സിലിണ്ട്രിക്കൽ ക്രോസ് സെക്ഷൻ ആണ് പൈ ആർ സ്ക്വയർ. സോ ഐന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാണ് ഐ? 20 ഇൻറ്റു 10⁻³ അല്ലേ, ഡിവൈഡിങ് ബൈ പൈ ഇൻറ്റു ആർ സ്ക്വയർ ചെയ്യണം. ആരാണ് ആറ്? റേഡിയസ് എത്രയാണെന്നുള്ളത് 0.1 അല്ലേ. അപ്പൊ 0.1 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ വരും. ക്ലിയർ? സോ എത്ര വരും? 20 ഇൻറ്റു 10⁻³ ഡിവൈഡിങ് ബൈ പൈ ഇൻറ്റു ഇത് 0.01 ഇൻറ്റു 10⁻6 വരും. ശരിയല്ലേ? 10⁻6 വരും. ക്ലിയർ? കാരണം 0.1ന്റെ സ്ക്വയർ 0.01, 10⁻³ സ്ക്വയർ 10⁻6. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 20 ബൈ പൈ ഇൻറ്റു 0.01 ഇൻറ്റു ഈ 10⁻6 മുകളിൽ പോകും. അപ്പോൾ എത്രയാവും? 10⁻+6 ആവും. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ 10⁻3 ഉണ്ടാവും ഇവിടെ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പൈൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുക? 20 ബൈ 3.14 ഇൻറ്റു 0.01. അപ്പോൾ ആൻസർ 636 കിട്ടുന്നുണ്ട്. അപ്പോൾ 6.36 ഇൻറ്റു 10⁻5 ആംബിയർ പെർ മീറ്റർ സ്ക്വയർ വരും. ആംബിയർ പെർ മീറ്റർ സ്ക്വയർ വരും. ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. A current 2 milliampere is passed through color code resistor yellow. First yellow, then green, then orange. ഇതാണ് കളറിന്റെ ഓർഡർ. യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്. വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ നമുക്ക് വി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഓംസ് ലോ പ്രകാരം വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. വി ഈക്വൽ ടു ഐ ആർ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ഐ എന്നിട്ടുള്ളത്? 2 milliampere. അപ്പോൾ 2 ഇൻറ്റു 10⁻³ ആംബിയർ വരും. മില്ലിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലേ. ഇനി റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യുക? കളർ കോഡ് ഉപയോഗിച്ച് റെസിസ്റ്റ് കാണാം. പിന്നെ ലാസ്റ്റ് കളർ തരാത്തോട് നിങ്ങൾ ടോളറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ലാസ്റ്റ് ബാൻഡ് ടോളറൻസ് ആണ്, വേരിയേഷൻ ആണ് റെസിസ്റ്റൻസിൽ. തരാത്ത കാരണം നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കത് ഒഴിവാക്കാം അല്ലേ. കളേഴ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ കളേഴ്സ് നോക്കുക? യെല്ലോ എന്താണ്? BB റോയ് അല്ല നമ്മളെ ഫോർമുല. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ. ഇങ്ങനെയല്ല എഴുതാറ്. ഇത് 0, 1, 2, 3, 4, 5 അല്ലേ. അപ്പോൾ ആദ്യത്തെ കളറൊക്കെ യെല്ലോ. അപ്പോൾ യെല്ലോക്ക് എന്ത് വരും? അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R is equal to യെല്ലോ. യെല്ലോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ 4, ഫസ്റ്റ് നമ്പർ എഴുതുക. അടുത്തത് ഗ്രീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ 5 ഇൻറ്റു അടുത്ത മൾട്ടിപ്ലയർ അല്ലേ. മൾട്ടിപ്ലയർ ഏതാണ്? ഓറഞ്ച് ആരാ വരിക? 3 വരും. 10⁻³ ഓം. പിന്നെ ടോളറൻസ് ഇല്ലാത്ത കാരണം ടോളറൻസ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി 45 ഇൻറ്റു 10⁻³ ഓം. ഇനി നമുക്ക് വി കണ്ടുപിടിക്കാൻ പറ്റും. വി ഈസ് ഈക്വൽ ഐ എത്രയാണ്? 2 ഇൻറ്റു 10⁻³ ഇൻറ്റു 45 ഇൻറ്റു 10⁻³. അപ്പോൾ -3 +3 ക്യാൻസൽ ആയിപ്പോയി അല്ലേ. 45 ഇൻറ്റു 2 എത്ര കിട്ടുക? 90 വോൾട്ട് കിട്ടും. ക്ലിയർ? 90 വോൾട്ട്.